അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. നമ്മൾ മാത്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പാർട്ടിൽ ഏകദേശം ഒരു 10-12 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതാണ്. ലാസ്റ്റ് ചെയ്തത് ഏതാ? ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തതല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ പോയിൻറ്റ് പി ഓഫ് എക്സ് കോമ വൈ ഈസ് ഇക്യു ഡിസ്റ്റൻസ് ഫ്രം ദ പോയിൻറ്റ് 3, -2 ആൻഡ് 5, 7 എന്ന് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ പോയിൻറ്റ് പി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്താണ്? ഇക്യു ഡിസ്റ്റൻ്റ് ആണ് ഫ്രം ഏതൊക്കെ പോയിൻറ്റ്? 3, -2 എന്താണ് 5, 7 തന്നിട്ടുള്ളത്. അപ്പോൾ ഇക്യു ഡിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞതല്ലേ, ഇക്യു ഡിസ്റ്റൻ്റ്. അപ്പോൾ അതെന്താണ്? ഈക്വൽ ആണ് അല്ലേ, ഇക്യു ഡിസ്റ്റൻ്റ് ആണ്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഇക്വേഷനാണല്ലോ, ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ ഇക്യു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്? പി ഓഫ് എക്സ് കോമ വൈ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 ഇതാണ് എക്സ് മൈനസ് 3 സ്ക്വയർ പ്ലസ് വൈ -2. അപ്പം എന്ത്? +2. വൈ +2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? അടുത്ത ഏതൊക്കെയാണ് പോയിൻ്റ്? എക്സ് -5 ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ -7. ദി ഇക്യു ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ പോയിൻ്റിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇത് എക്സ്പാൻഡ് ചെയ്യാം. എന്ത് വരും? എക്സ് സ്ക്വയർ അല്ലേ. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ആണ്, മൈനസ് എന്ത് വരും? 3x കൂടെ × 2. അപ്പോൾ 3 എന്താണ്? 6x വരും. 6x പ്ലസ് 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 9 ആണ്. 9 പ്ലസ് ഇനി ഈ പാർട്ട് എന്ത് ചെയ്യുക? ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? വൈ സ്ക്വയർ പ്ലസ് ആണ്. അപ്പോൾ എന്ത് വരും? 2 × 2 4y വരും അല്ലേ. 4y പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 4 ആണ്. പ്ലസ് 4 ആണ്. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് എന്ത് വരും? 10x പ്ലസ് 25 അല്ലേ. പ്ലസ് 25 പ്ലസ് വീണ്ടും വൈ സ്ക്വയർ മൈനസ് എന്ത് വരും? 14y. ജസ്റ്റ് മനസ്സിലാവാൻ കേട്ടോ, എഴുതുന്നത് ക്ലിയർ ആവുന്നില്ല എനിക്കറിയാം. പ്ലസ് എന്ത് വരും? a സ്ക്വയർ 14 ആയിരുന്നു വരും. ഓക്കെ, ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഇതിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ്? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം? ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്. അത് കട്ട് ചെയ്ത് പോയി. ഇനി എന്തൊക്കെയുള്ളത് നോക്കാം. അതായത് ഓക്കെ, ഇനി എന്ത് വരും? -6x ഇവിടെ ഉണ്ട്. എന്തുണ്ട്? -6x ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പ്ലസ്, അതായത് -10x ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്ലസ് 10x ആയി അല്ലേ. ഓക്കെ, ഇനി ആരാളുള്ളത്? ഇനി വൈയുടെ ടൈം നോക്കാം. ഇവിടെ നമുക്കുള്ളത് +4y ആണ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ളത് -4y ആണ്. എന്താണ്? -14y കേട്ടോ. അതിങ്ങോട്ട് വരുമ്പോൾ +14y ആവും.
അല്ലേ? ഇനി ഇവിടെ +9 ഉണ്ട്, +4 ഉണ്ട്, മൈനസ് ഈ 25 ഇപ്പുറത്തേക്ക് വരും, 25 ഉണ്ട്, -49 ഉണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ 10x നിന്ന് 6x പോയി കഴിഞ്ഞാൽ 4x, ഇവിടെ രണ്ടും അഡീഷനാണ്. 4/18y എന്ന് വരും, 18y എന്ന് വരും, 18y എന്ന് വരും. ഇനി ഈ ഒരു പാർട്ട് ആഡ് ചെയ്യും, എത്ര വരും? 74ൽ നിന്ന് അല്ലേ 49ഉം 25ഉം 50 25 ആണെങ്കിൽ 75 ആയി. അപ്പോൾ അതിലൊന്ന് കുറവ് 74 -74 നിന്ന് എത്ര ആഡ് ചെയ്യണം? 9 4 13 അല്ലേ? 9 4 13. അപ്പോൾ എന്ത് വരും? -74 കുറയ്ക്കണം 13, 1 6 61 വരും. എന്ത് വരും? -61 വരും, -61 വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തോ ക്യാൻസലാണ് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇല്ല. 4x + 18y - 61 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. = 0. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ? നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണില്ല. കാരണം ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആൻസറിലേക്ക് തെറ്റുണ്ട്. എന്താണ്? 4x + 18y വരെ ഉണ്ട്, ഇവിടെ 13 എന്ന് കൊടുത്ത് നമുക്ക് എത്ര കിട്ടുന്നത്? -61 ആണ്. ഓക്കെ, ക്ലിയർ? 63ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. എന്താ ചോദിച്ചിട്ടുള്ളത്? ദ HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദി സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പറും സ്മോളസ്റ്റ് പ്രൈം നമ്പറുമാണ്. സ്മോളസ്റ്റ് പ്രൈം ഏതാ? സ്മോളസ്റ്റ് പ്രൈം എന്ന് പറയുന്നത് ഏതാ? അത് 2 അല്ലേ? കോമ്പോസിറ്റ് നമ്പർ ഏതാ? കോമ്പോസിറ്റ് നമ്പർ അത് 4 ആണ്. സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ഓഫ് 2,4. അതെത്രയാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത്. അതേതാണ്? 2 ആണ്. ഇതാണ് 2 ആണ്. ഇങ്ങനെയാണ് 2ൻ്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കിയത് 1, 2. 4ൻ്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കുന്ന സമയത്ത് 1, എന്ത് വരും? 1, 2, 4. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിട്ടുള്ളത്? ദി സം ഓഫ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് 2x² - kx + 5 എന്ന് പറയുന്നത് 4 ആണ്. അതായത് സം ഓഫ് എന്താണ്? സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ടുകൾ, അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ്റെ സം എന്ന് പറയുന്നത് അല്ലേ? സീറോസ് എന്ന് പറയുന്നത് റൂട്ടുകളാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ 2x² - kx + 5 എന്ന് പറയുന്നത് 4 ആണ്. എങ്ങനെയാണ്? ഈ വാല്യൂ ഓഫ് k ആണ് ചോദിച്ചിട്ടുള്ളത്. വാല്യൂ ഓഫ് k. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ആണ് എന്ത്? 2x² - kx + 5 അല്ലേ? അങ്ങനെയാണെങ്കിൽ a എന്താണ്? a എന്ന് പറയുന്നത് 2 ആണ്. b എന്ന് പറയുന്നത് മൈനസ് എന്താ? b എന്ന് പറയുന്നത് -k ആണ്. c എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സം എന്ന് പറയുന്നത് k ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സീറോസിൻ്റെ സം അല്ലേ k എന്ന് പറഞ്ഞത്? ഓക്കെ, സം കാണാൻ എന്ത് ചെയ്താൽ മതി? b/a ആണ് സം എന്ന് പറയുന്നത്. എന്താണ്? -b/a ആണ്. -b/a ആണ് സം എന്ന് പറയുന്നത്. റൂട്ട്സിൻ്റെ സം എന്ന് പറയുന്നത് -b/a ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടുത്തെ സം എന്ത് വരും? -b എന്താ? -k തന്നെയാണ്. -k / a എന്ന് പറയുന്നത് 2 ആണ്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്?
4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, k/2 എന്ന് പറയുന്നത് എന്താണ്, k/2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ k എന്ന് പറഞ്ഞാൽ എന്താ, 8 ആണ്. k എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ക്ലിയർ. ഓപ്ഷനിൽ k എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. k എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 8 ആണ്. അപ്പോൾ -b/a ആണ് എന്ത്, സം എന്ന് പറയുന്നത്, സം ഓഫ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് 3x + 4y എന്ന് പറയുന്നത് 14 ആണ്. സോറി, അത് ഇക്വേഷനാണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് 3x + 4y എന്ന് പറയുന്നത് 14 ആണ്. ദെൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു ഇറ്റ്സ്, അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x + 4y = 14 ആണ് ഈ പറഞ്ഞ ലൈനിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൽ പാരലായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഒരു ലൈനുണ്ട്, അതിന് പാരലായിട്ടുള്ള മറ്റൊരു ലൈനുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ഒരു ലൈനുണ്ട്, ഒരു ലൈന്, അതിന് പാരലായിട്ടുള്ള മറ്റൊരു ലൈനുണ്ട്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, മറ്റേ ലൈനിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്ക്, പാരലായിട്ടുള്ള ഒരു ലൈനിൻ്റെ ചെരിവ് എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ ചെരിവും ഈ ലൈനിൻ്റെ ചെരിവും, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. ഈ സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ തന്നെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ പോരെ. സ്ലോപ്പ് ഓഫ് എന്തിൻ്റെയാണ്, 3x + 4y ഇവിടെ 4y = 14ൻ്റെ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് എങ്ങനെയാണ് കാണുക? -a/b ചെയ്താൽ മതി. സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി, -a/b ചെയ്താൽ മതി. എങ്ങനെ, നമ്മുടെ ഇക്വേഷൻ ax + by = c ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, -a/b ആണ്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, -a എന്ന് പറയുന്നത് ആരവിടെ, 3 ആണ്. -3 b എന്ന് പറയുന്നത് ആരവിടെ, b എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എന്തൊരു -3/4. ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്ലോപ്പ്. റെഡി. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് -3/4 ആണ്. ഇനി അതേ സ്ലോപ്പുള്ള ഇക്വേഷൻ നോക്കിയാൽ മതി. ഓരോ ഇക്വേഷൻ്റെയും സ്ലോപ്പ് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഒരു ഇക്വേഷൻ്റെയും സ്ലോപ്പ് ഒന്ന് നോക്കാം. എയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, എയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നേരിട്ട് എടുത്തെഴുതാവുന്നേ ഉള്ളൂ. എയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 4 - 3. അപ്പോൾ എന്ത് വരും, -a അല്ലേ, അപ്പോൾ എന്ത് വരും, -4/-3. അതെന്താ, 4/3 വരും. എന്താ വരും, 4/3 എന്ന് വരും. 4/3 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബിയുടെ സ്ലോപ്പ് ഒന്ന് കാണാം. ബിയുടെ സ്ലോപ്പ് എന്താ, ബി എന്ന് പറയുന്നത് ഇവിടെ ഒരു സെക്കൻഡ്. ബി എന്ന് പറയുന്നത് എന്താ, ബിയുടെ സ്ലോപ്പ് നോക്ക്. ബി എന്ന് പറയുന്നത് 6x + 8y ആണ്. 6x + 8y ആണ്. അപ്പോൾ -a ആണ്. അപ്പം -6 എന്ന് വരും. -6/8 അല്ലേ, ഇതെന്ത് വരും, -3/4. കിട്ടി. പക്ഷേ ബാക്കിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 ഉത്തരമുണ്ട്. 2 ഓപ്ഷൻസ് കറക്റ്റാണ്. ഓക്കെ, നമുക്ക് സിയുടെയും കൂടിയും ചെക്ക് ചെയ്യാം. സി എന്ന് പറയുന്നത് എന്താ, സ്ലോപ്പ് നോക്കുന്ന സമയത്ത് -3/-4 എന്ന് വരും, വിച്ച് ഈസ് 3/4 ആണ്. ഇനി ഡിയുടെ നോക്കുന്ന സമയത്ത്
ഡി എന്താണ് 9 ആണ്. ഓക്കെ, -9 എന്ന് വരില്ല. അപ്പോൾ -a ആണ്. അപ്പോൾ -9 എന്താ വരിക, ഡിവൈഡഡ് ബൈ എന്താണ് അവിടെ എന്താണ് 12 ആണ് വരുന്നത്. 12 ആണ്. ഇതിന് നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാം, -3/4 റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മുകളിലുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -3/4 ആണ്. അതേ സ്ലോപ്പുള്ള ലൈനുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഓപ്ഷൻ ബിയും ഒന്ന് ഓപ്ഷൻ ഡിയുമാണ്. ഓപ്ഷൻ ബിയും ഡിയിനുമാണ് സെയിം സ്ലോപ്പുകളുള്ളത്. ഓക്കെ, രണ്ടാണെങ്കിലും ആൻസർ കറക്റ്റാണ്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ വെച്ചിട്ടുള്ളത്, ദ പെരിമീറ്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇറ്റ്സ് ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ റൈറ്റ് ട്രയാങ്കിളാണെന്ന് കൺസിഡർ ചെയ്യാം. ഏരിയ എന്താ തന്നിട്ടുള്ളത്, പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 ആണ് അതിൻ്റെ ചുറ്റളവ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ABC എന്ന് പറഞ്ഞ സൈഡ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ചുറ്റുമുള്ള അളവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 60 കിട്ടും. പോരാത്തിന് എന്ത് തന്നിട്ടുണ്ട്? ഹൈപ്പട്ന്യൂസ് തന്നിട്ടുണ്ട്. ഹൈപ്പട്ന്യൂസ് ഇതല്ലേ റൈറ്റ് ആംഗിളുടെ. അപ്പോൾ തന്നിട്ടുള്ള സാധനം അറിയുന്നത് എഴുതാം. A+B+C എന്ന് എഴുതണ്ട, കാരണം അവിടെ എന്ത് എഴുതിയാൽ മതി, 25 എന്ന് തന്നിട്ടുണ്ട്, 25 എന്ന് തന്നിട്ടുണ്ട്. അത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 60 തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വേറെ ഒന്നും തന്നിട്ടില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ½ BH ആണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ്, ½ BH ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ½ BH. അപ്പോൾ എന്ത് കിട്ടണം? ബ്രെഡ്ത്തും കിട്ടണം, ഹൈറ്റും കിട്ടണം. ഇവിടുത്തെ കേസിൽ എന്താണ്, ½ BHന് പകരം ഇവിടെ എന്താണ്, എയും കിട്ടണം, ബിയും കിട്ടണം. ഓക്കെ, ക്ലിയർ? ഇനി ഇതിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും? A+B മാത്രം എഴുതിക്കൂടെ? A+B എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എഴുതാം. 60 കുറയ്ക്കണ 25. എന്താണ് 60 കുറയ്ക്കണ 25 അല്ലേ? അത് എത്ര വരും? 35 എന്ന് വരും. എയും ബിയും കൂടി കൂട്ടി എന്താണ് 35. എന്താ എവിടെ നിന്ന് കിട്ടിയത്? ഒന്നുമില്ല, അത് നമ്മൾ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് 35. ഓക്കെ, A+B 35 ആണ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഹൈപ്പട്ന്യൂസ് തന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് 25 പറഞ്ഞിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം, പൈതഗോറസ് റൂൾ പ്രകാരം അതിൻ്റെ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ബേസ് ഹൈറ്റും കൂടി അതിൻ്റെ സ്ക്വയർ എടുത്താൽ എന്താ കിട്ടുക? ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും സ്ക്വയർ എടുത്താലാണ് ഹൈപ്പട്ന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന സാധനം എന്താ? A² + B² = ഇവിടെ എന്താ, C² ആണ്. C² എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അതെത്രയാണ്? A² + B² = 25 സ്ക്വയർ എത്രയാണ്? 625 ആണ്. 625 ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്തൊക്കെയുണ്ട്? A+B ഉണ്ട്. എന്തുണ്ട്? A+B ഉണ്ട്. A² + B² ഉണ്ട്. ഓക്കെ, A² + B²ഉം A+B ആണ് നമ്മുടെ കയ്യിലുള്ളത്. റെഡി? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം? ഇനി ഞാൻ A+B ² ചെയ്യാൻ പോവാം. എന്താണ്? A+B ² ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? ഒരു A² കിട്ടും, ഒരു B² കിട്ടും, ഒരു B² കിട്ടും, പിന്നെ ഒരു 2ABയും കിട്ടും. ഓക്കെ, നോക്കണേ. എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക?
എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 35 എന്താണ് 35 അല്ലേ? അതല്ല നമുക്ക് കിട്ടിയത്. എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കിപ്പോൾ എയും ബിയും അറിയില്ല, കണ്ടുപിടിക്കേണ്ടത് ആരാ? എയും ബിയും ആണ്. 35ൻ്റെ സ്ക്വയർ കിട്ടും ഈക്വൽ ടു ഇനി എ പ്ലസ് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്? അത് 625 പ്ലസ് 2ab ആണുള്ളത്. പ്ലസ് 2ab ആണുള്ളത്. 35ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 35ൻ്റെ സ്ക്വയർ നോക്കുന്ന സമയത്ത് 1225 അല്ലേ? 1225 വരും. ഈക്വൽ ടു 625 പ്ലസ് 2ab. അങ്ങനെയാണ് പറഞ്ഞേ. 2ab എന്ന് പറയുന്നത് എത്രയാണ്? 1225 കുറയ്ക്കണം 625. അത് എത്ര വരും? എത്ര വരും? 600 വരും അല്ലേ? ഇതാണ് 2ab എന്ന് പറയുന്നത് 600 വരും. അങ്ങനെയാണെങ്കിൽ എ ബി എന്തായി? എ ബി എന്ന് പറയുന്നത് 300 ആയി. കിട്ടിയോ ആൻസർ? ആൻസർ കിട്ടിയില്ല, ആൻസറിലേക്കുള്ള വഴി കിട്ടി. എ ബി എന്ന് പറയുന്നത് 300. നമുക്ക് എവിടെ നമ്മുടെ എയിം എവിടെയായിരുന്നു? നമുക്ക് കിട്ടേണ്ടത് എന്താ? ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഹാഫ് എ ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതല്ലേ ഏരിയ. എ ബി 600. അപ്പം എന്താണ് ഹാഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? 150 ആയി. 150 ആയി. അതാണ് ആൻസർ. 150 ആണ് നമ്മുടെ ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി പറയാം. ഓക്കെ. സോറി നമ്മൾ വീണ്ടും ടോപ്പിലേക്ക് പോയി. എവിടെ ഓക്കെ, നമ്മളിവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്തെഴുതി? തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞ് 25 തന്നിട്ട് 60 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ ആ സിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 35 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് അറിയാവുന്ന ഒരു കാര്യമാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണ്. അത് 25 സ്ക്വയർ. അത് എത്രയാണെന്നും കൂടി ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കിട്ടിയിട്ടുള്ള നമുക്ക് അറിയുന്ന എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ കാണാൻ പോകുക. അപ്പോൾ എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയും കൂട്ടിയാൽ 35 കിട്ടും. അപ്പോൾ 35ൻ്റെ സ്ക്വയർ കാണാം. 35ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1225 1225 ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണെന്നും 2ab എന്താണെന്ന് നമുക്ക് അറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1225 ഈക്വൽ ടു 625 പ്ലസ് 2ab. രണ്ടും അങ്ങോട്ടും എന്താണ് ടേംസിനെ അങ്ങോട്ടും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2ab എന്ന് പറയുന്നത് 600 കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ബി 300. ഹാഫ് എ ബി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് 150. അതാണെന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? റെഡി? ഓക്കെ. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി ടേംസ് ഓഫ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ 40 35 30 അങ്ങനെ പോവാണ്. ബി ടേക്കൺ സോ ദാറ്റ് ദി സം ഈസ് 0. സം എന്ന് പറയുന്നത് 0 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ടേംസ് ആണ്? ഹൗ മെനി ടേംസ് ഓഫ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ നമ്മൾ എടുക്കണം സമ്മ് 0 ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. വലിയ ഇക്വേഷൻസും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് നോക്ക്. നമ്മുടെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എങ്ങനെയാണ് പോകുന്നത്? 40, 35, 30 ഇങ്ങനെ കുറഞ്ഞ് പോവാണ്. ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ 40 കൂട്ടണം, 35 കൂട്ടണം, 30 കൂട്ടണം, താഴേക്ക് ഇങ്ങനെ കൂട്ടി പോകുമ്പോൾ 0 കിട്ടണം. അപ്പോൾ നോക്കിയേ, നമ്മളൊന്നുമില്ല 40ൻ്റെ കൂടെ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടണം? -40 വേണം. ഇവിടെ എന്ത് വരണം? -35 വരണം. ഇവിടെ എന്ത് വരണം? പ്ലസ് എന്ത് വരണം? -30 വരണം. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതായത് നമ്മളിങ്ങനെ എഴുതുക, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതെവിടെ എത്തും? 40, 35 അല്ലേ? 30, 25, 20, 15, 10, 5 അങ്ങനെ ഇവിടെ എത്തും? 0-ലെത്തും. അതിന് പിന്നെ എന്ത് വരും? ഒരു 5 വരും. 5 വരുമ്പോൾ
അതിനപ്പുറത്ത് എന്തും വേണം, 5 ക്യാൻസൽ ചെയ്ത് പോകാൻ എന്ത് വേണം, -5 കൂടി വേണം. -5 കൂടി വേണം. 5 കഴിഞ്ഞാൽ എന്തുണ്ട്, 0 ഉണ്ട്. 0ൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് നോക്ക്. ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്, അതായത് ഇവിടെ നിന്ന് തുടങ്ങി 40 തുടങ്ങി 35 30 അങ്ങനെ പോയി 15 10 5 0 0 കഴിഞ്ഞാൽ -5 -10 -15 -20 -25 -30 -35 -40. അപ്പോൾ മൊത്തം എത്ര ടൈം ഉണ്ടെന്ന് ചോദിച്ചു. ഇത് എത്ര ടൈം ഉണ്ടെന്നാണ് ചോദിച്ചത്. അതായത് മിനിമം ഇത്രയും ടൈം വന്നാലേ ഇത് 0 ആയി പോവുള്ളൂ. മിനിമം ഇത്രയും ടൈം, കാരണം ഇതിങ്ങനെ കുറഞ്ഞു പോവല്ലേ. 40 കൂട്ടണം, 35 കൂട്ടണം, 30 കൂട്ടണം. ഈ നമ്പർ ഇങ്ങനെ വലുതായി പോവുക. കൂട്ടാനുള്ള സാധനം എന്ത് വരുന്നു, കുറഞ്ഞു വരുന്നു. പിന്നെ എന്ത് വരും, 25 കൂട്ടണം, 20 കൂട്ടണം അല്ലേ, 20 കൂട്ടണം, 15 കൂട്ടണം, പിന്നെ എന്ത് വരും, 10 കൂട്ടണം, 5 കൂട്ടണം, പിന്നെ 0 ആയി. അതായത് ഇത്രയും ടേം ആഡ് ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടി. ഇനി ഇതിനൊക്കെ നമ്മൾ വീണ്ടും മൈനസ് ചെയ്യാൻ പോവാം. കൂട്ടണം എന്ത്, -5 കൂട്ടണം -10. ഇതിങ്ങനെയല്ല ഈ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പം മിനിമം ഇത് എവിടെ വരെ എത്തണം, 0 ആവണമെങ്കിൽ ഇത് എവിടെ വരെ എത്തണം, അപ് ടു -40 വരെ എത്തണം. -40 വരെ എത്തണം. അപ്പോഴേ ഇത് തമ്മിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുന്ന് 40 0 എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം ഉണ്ട്, 40 0 എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം ഉണ്ട്, 8 5 അല്ലേ 40. അപ്പോൾ 1 2 3 4 5 6 7 8 ടേം ഉണ്ട്. 8 ടേം 2 3 4 5 6 7 8. അപ്പോൾ 8 8 16 നമ്മൾ വിചാരിക്കും. കാരണം ഇതേ ടേം എന്തുണ്ട്, ഇവിടെയുണ്ട്. ഇതേ ടേം എവിടെ ഉണ്ട്, തൊട്ട് അപ്പുറത്തുണ്ട്, നെഗറ്റീവ് തൊട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. 1 2 3 അങ്ങനെ 8 ടേം. അപ്പോൾ 8 8 16 എഴുതരുത്. കാരണം എന്താ, ഇങ്ങനെ 8 ടേം ഇങ്ങനെ 8 ടേം, ഇതിന് നടക്കൊരു ആരുണ്ട്, 0യും കൂടി ഉണ്ട്. അപ്പോൾ മൊത്തം 8 ടേം പ്ലസ് ഇവിടെ ഒരു 8 ടേം, അതിൻ്റെ ഇടയ്ക്ക് ഒരു 0. അപ്പോൾ 8 8 16 17 ടേമുകളുണ്ടാവും. മൊത്തം 17 ടേം ഉണ്ടാവും. 17 ടേംസ് കൂട്ടിയാലാണ് എന്ത് വരിക, ഇവിടെ എന്തേ ഉള്ളൂ, 40 ക്യാൻസലായി പോകണമെങ്കിൽ അതിനോട് എന്ത് വേണം, -40 വേണം. 35 വേണമെങ്കിൽ -35. പക്ഷേ അത് നമ്പർ നമ്മളിങ്ങനെ അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ എഴുതുന്ന സമയത്ത് എന്തുണ്ട്, ഒരു 0യും കൂടിയുണ്ട്. 40 0 വരെ എത്താൻ, അല്ലെങ്കിൽ 40 കൂടി ഇൻക്ലൂഡ് ചെയ്ത് എവിടെ 0 വരെ എത്തുന്ന സമയത്ത് -5 വരെ ആവുന്ന സമയത്ത് 8ഉം 0യും കൂട്ടുമ്പോൾ 9 ടൈമായി. അവിടെ എന്താണ്, 9 ടൈമായി. അതിൻ്റെ കൂടെ വീണ്ടും ഒരു 8 ടൈം. അപ്പോൾ 9 8 എന്ത് വരും, 17 ടൈംസ് വരും മൊത്തം. ക്ലിയർ അല്ലേ, സിമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ വാല്യൂ ഓഫ് sin 35 ഡിവൈഡ് ബൈ cos 55 പ്ലസ് tan 27 ഡിവൈഡ് ബൈ cot 63. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും കാണുമ്പോൾ ബേജാറാവണ്ട. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്ക് 90 കിട്ടും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്ക് 90 കിട്ടും. അപ്പോൾ ഇതെന്താണ്, ഇത് പ്രോപ്പർട്ടിയാണ്. ഇത് ഒരു പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിലെന്ത് എഴുതിയാൽ മതി, sin 90 ഡിഗ്രി മൈനസ് എന്താണ്, ഇവിടെ എന്താണ് sin 90 ഡിഗ്രി. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്താട്ടോ. sin 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അപ്പോൾ sin 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതിയാൽ മതി, cos 90 മൈനസ് തീറ്റ എഴുതിയാൽ മതി. അതായത് ഇവിടെ ഒന്നുമില്ല, ഈ sin 35 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, cos 55 ഡിഗ്രി എന്ന് തന്നെ എഴുതാം. cos 55 ഡിഗ്രി അതെന്താണ്, sin 90 ഡിഗ്രി മൈനസ് എന്താണ്, ഈ പറഞ്ഞ 35 ഡിഗ്രി. അല്ലെങ്കിൽ sin 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 മൈനസ് എന്താണെന്ന് നോക്കിയാൽ മതി. അതെന്താണ്, താഴെയുള്ള cos 55 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ എന്തെഴുതാം, മുകളിലുള്ള sin 35 ഡിഗ്രീനെ cos 55 ഡിഗ്രി എന്ന് എഴുതാം. താഴെ എന്തായി, താഴെ cos 55 ഡിഗ്രി തന്നെയാണ്, 55 ഡിഗ്രി പ്ലസ്. ഇനി ടാനിന് ഇതേ പ്രോപ്പർട്ടി, tan 27 ഡിഗ്രി അല്ലേ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, cot 63 ഡിഗ്രി എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, cot 63 ഡിഗ്രി. ഇത് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, 90 മൈനസ് തീറ്റ ഈക്വൾ ടു അപ്പുറത്തെ തീറ്റ എന്താണ്, കോസ് തീറ്റ ആയിരിക്കും. sin 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. tan 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ എന്താ, മുകളിലും താഴെയും ഒരേ ആൾക്കാരാണ്. അപ്പോൾ എന്ത് വരും, 1 ആണ്. ഡിവൈഡഡ് ബൈ എന്താ, cos 55 ഡിഗ്രി ഡിവൈഡ് ബൈ cos 50 ഡിഗ്രി 1 ആണ്. ഇവിടെ എന്ത് വരും, 1 ആണ്. 1 + 1 എന്താണ്, 2 ആണ്. എന്താണ് ആൻസർ, 2 ആണ്.
ഓക്കെ 2 ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇഫ് സൈൻ എ ഈക്വൽ ടു √3/2 അങ്ങനെയാണെങ്കിൽ ദെൻ ദ വാല്യൂ ഓഫ് 2 കോട്ട് സ്ക്വയർ എ -1 ആണ്. വലിയ സാധനമല്ലേ. ഈ ട്രിഗ്നോമെട്രി ഒക്കെ സൈനും കോസൊന്നും കാണുമ്പോൾ പേടിക്കേണ്ട, സിമ്പിളാണ്. നമ്മളിതിൻ്റെയൊക്കെ ടേബിൾ പഠിച്ച ആൾക്കാരാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ആ വീഡിയോ പോയി കാണാം. +2 ലെവലിൻ്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം അതിൽ തന്നെ ഉണ്ട്. എന്തെന്നുണ്ട് സൈൻ എ ഈക്വൽ ടു √3/2 അങ്ങനെയാണെങ്കിൽ എ ആരാ? ഇതൊക്കെ നമുക്ക് കാണാപ്പാടാണ്. നമ്മൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കാണാപ്പാടാണ്. സൈനിന് ഏത് വാല്യൂ കിട്ടുമ്പോഴാണ് ആ √3/2? ഇതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട റേഷ്യൂസാണ്. ആംഗിൾസ് വരുമ്പോൾ വരുന്ന സാധനം √3/2 ഏതൊക്കെയാണ് നമ്മളെങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ഇതാണ് 0, 1/2, 1/√2, √3/2, 1 ഇങ്ങനെ പഠിച്ചില്ലേ? 30 ഡിഗ്രി 0 ഡിഗ്രി ഇങ്ങനെ പഠിച്ചു. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി അല്ലേ? ഓരോരുത്തരും പല രീതിയിലാവും പഠിച്ചിട്ടുണ്ടാവുക. 60 ഡിഗ്രി. അതായത് സൈനിന് എന്ത് വരുമ്പോഴാണ് √3/2 എന്ന് പറയുന്നത്? എക്ക് ഏത് വാല്യൂ കിട്ടുമ്പോഴാണ്? 60 ഡിഗ്രി കിട്ടുമ്പോഴാണ്. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിയില്ലേ? എയുടെ വാല്യൂ കിട്ടി. അത് ഇവിടെ ഇട്ട് കൊടുക്കും. അത് ഇവിടെ ഇട്ട് കൊടുക്ക്. ഓക്കെ ക്ലിയർ അല്ലേ? ഇനി അപ്പുറത്ത് കിടക്കുന്നത് എന്താണ്? കോട്ടാണ്. കോട്ട് സ്ക്വയറാണ് അപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ കോട്ടിനെ നമുക്കറിയില്ല. നമുക്കറിയുന്ന ആരാ? ടാനിനെ അറിയാം. സൈൻ ബൈ കോസാണ് അപ്പം ടാൻ. അപ്പം ടാൻ എ എന്ന് കാണും. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 60. എന്താണ്? ടാൻ 60. ടാൻ 60. ഈ ടാൻ 60 നമുക്ക് എവിടെ നിന്ന് കിട്ടും? ടേബിളിൽ നിന്ന് കിട്ടും. ടാൻ 60 ടേബിളിൽ നിന്ന് കിട്ടും. അതെത്രയാണ്? അത് √3 ആണ്. അപ്പോൾ അതെങ്ങനെ കിട്ടും എന്നുള്ള സാധനം ആ വീഡിയോ പോയി നോക്കുക, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കണം. നമ്മളത് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കുക? സൈൻ്റെ മാത്രം പഠിച്ചാൽ മതി. അതായത് ഈ മുകളിലുള്ള ഈ ഒരു സാധനം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കോസിൻ്റെയും ടാനിൻ്റെയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നുള്ളൂ. അപ്പോൾ ടാൻ 60 ഒക്കെ √3 ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ടാൻ 60 √3 ആണെങ്കിൽ കോട്ട് 60 എന്താ? അതിൻ്റെ റെസിപ്രോക്കലാണ്. 1/√3 എന്ന് കിട്ടി. നമ്മുടെ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കളിക്കേണ്ട. 1/√3 ആണ്. ഓക്കെ 1/√3 ആണ്. ക്ലിയർ? അപ്പോൾ എന്തേ ചെയ്ത് സൈൻ എ എന്ന് പറയുന്നത് √3/2. അപ്പോൾ എൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എ എന്ന് പറഞ്ഞാൽ 60 ആണ്. അതേ എ വെച്ചിട്ടാണ് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ കോട്ട് സ്ക്വയർ ആണ് അവിടെ കിടക്കുന്നത്. നമുക്ക് എന്തേ അറിയുള്ളൂ? ടാൻ എ, അതായത് കോട്ട് അറിയില്ല, ടാൻ അറിയാം. അപ്പോൾ ടാൻ 60 കാണാം, അത് √3 ആണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് 60 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. കോട്ട് 60 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഇനി എന്തായി? ഇനി സുഖമായി. ഇനി നമുക്ക് കാണുന്നത് 2 കോട്ട് സ്ക്വയർ എ -1 ആണ്. നമുക്ക് കാണേണ്ടത് 2 കോട്ട് സ്ക്വയർ എ -1 ആണ്. ഈക്വൽ ടു ഇംപ്ലൈസ് എന്താണ്? 2 കോട്ട് എന്താ? 1/√3 ആണ്. കോട്ട് എ ആട്ടോ. കോട്ട് എ നമുക്ക് കിട്ടിയ കോട്ട് എ എന്താണ്? കോട്ട് എ എന്ന് പറഞ്ഞാൽ 1/√3. അതിൻ്റെ സ്ക്വയർ അല്ലേ പറഞ്ഞത്? 1/√3ൻ്റെ സ്ക്വയർ. അപ്പോൾ കോട്ട് എ ആയി. -1 ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈക്വൽ ടു 2 × 1 സ്ക്വയർ എന്ന് 1 ആണ്. √3ൻ്റെ സ്ക്വയർ 3 ആണ്. -1 വീണ്ടും എന്താണ്? 2 എന്താണ് വരും? 2/3 -1 എത്ര വരും? 2 - 3/3 എന്ത് വരും? -1/3 ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇത്രയേ നമ്മൾ ചെയ്യാനുള്ളൂ. നമ്മൾ നേരെ അത് ഇക്വേഷനിലേക്ക് ഇട്ടു. -1/3 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാം. 30 മിനിറ്റിൻ്റെ കൂടുതലായി. അടുത്ത പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവട്ടെ. എക്സാമിൻ്റെ കാര്യത്തിൽ നോക്കാം. +2 ലെവൽ ടോപ്പിക്സ് കാണാം. ഓക്കെ ക്ലിയർ? താങ്ക് യു.